പ്രതികൂലമെനിക്കെന്തും വരട്ടെ പാരിൽ, എല്ലാരും പരിഹസിച്ചിടട്ടെ. പ്രതികൂലമെനിക്കെന്തും വരട്ടെ പാരിൽ, എല്ലാരും പരിഹസിച്ചിടട്ടെ. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയക്കൊടിയേന്തി. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയക്കൊടി ഏന്തി. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും, ചേരുകയിലവൻ പാതേ ചേരും. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 71 സങ്കീർത്തനം അതിൻ്റെ 19 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? ദൈവമക്കൾ, ഇതൊക്കെ ഈ ഒരു വാക്യം തന്നെ കേൾക്കുമ്പോൾ തന്നെ ദൈവം പ്രവർത്തിച്ച നന്മകളൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങ് പാട്ടുകൾ എഴുതുകയും രാഗവും താളവും ഒന്നും അറിയത്തില്ലെങ്കിലും ദൈവമക്കളെ, അതൊന്നും പഠിക്കാത്തവരല്ലേ ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഏറ്റവും നല്ല ഗാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. കർത്താവിന് വേണ്ടി പാടാനും എഴുതുവാനൊക്കെ പ്രചോദനമായ കാര്യങ്ങളൊക്കെയാ ഈ ദൈവപ്രവൃത്തി. അത് അനുഭവിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിന്നോട് തുല്യനാരുമില്ല, ദേവഗണങ്ങളിൽ അത്യുന്നതൻ. സ്തോത്രം. നിന്നോട് തുല്യനായി ആരുമില്ല. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ. എന്തെല്ലാം കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുവാനിട വന്നു. ദൈവമേ സ്തോത്രം. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഈ വലിയ സാന്നിധ്യം എല്ലാവരുടെ മേലുണ്ട്. ദൈവമക്കളെ, നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുക. ആമേ സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് നടത്തു വന്ന എൻ്റെ കർത്താവും നമ്മുടെ അരികിലേക്ക് വരും. ദൈവമക്കളെ, ആമേ സ്തോത്രം. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുത്തുകൊണ്ട് ഇരട്ടിപ്പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി പാടണം, എഴുതണം, പ്രസംഗിക്കണം, സാക്ഷ്യം പറയണം, പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയും കൃപാവരങ്ങളും ചെറുതല്ല. പ്രശ്നങ്ങളൊക്കെ അതുവഴി പോകും. ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിലാണ് കർത്താവ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളുടെ നടുവിലാണ് കർത്താവിൻ്റെ അതിശയങ്ങൾ കാണുന്നത്. പ്രശ്നങ്ങളുടെ നടുവിലാണ് മാറാത്ത ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്. ഒരു പ്രശ്നം വരട്ടെ, ലോകത്തിൽ നമുക്ക് ആരൊക്കെ എത്ര വേണ്ടപ്പെട്ടവരാണേലും ദൈവമക്കളെ, ഒരു നിന്ന വരുമ്പോൾ, ഒരു കഷ്ടം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ കൈവിട്ടിട്ട് ഓടിപ്പോകുന്ന ബന്ധങ്ങളേ ഉള്ളൂ. എന്നാൽ ഈ മഹാപ്രശ്നങ്ങളുടെ നടുവിൽ മാറാത്തവനെ നമ്മുടെ കരം പിടിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇനിയും സാക്ഷ്യം പറയാൻ കർത്താവ് എല്ലാവരെയും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങൾ കാണുമാറാക്കിയ ദൈവം, അതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങളെയൊക്കെയും കർത്താവേ ആ ചിറകിൻ മറവിൽ മറച്ച് ചേർത്ത് നിർത്തിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്നോട് തുല്യൻ ആരുമില്ല കർത്താവേ. ഹല്ലേലൂയ. ദേവഗണങ്ങളിൽ നീ അത്യുന്നതനാ. നിന്നോട് തുല്യനായി ആരുമില്ല. യേശുവേ, ദാവീദ് പുത്ര, നിന്റെ മക്കൾ ഈ ശുശ്രൂഷ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരം നിന്റെ മക്കളെ തൊട്ടനുഗ്രഹിക്കണമേ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുത്തുകൊണ്ട് രക്ഷ പ്രാപിപ്പാൻ ഇടയാക്കണേ. കർത്താവിൽ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുവാൻ ഇടയായപ്പോൾ ഒരു നിമിഷം പോലും മാറാത്തവനായി കൂടെ നടന്ന് ആ ചിറകിൻ മറവിൽ മറച്ച ദൈവത്തിന് വേണ്ടി ഇനിയുള്ള കാലം സാക്ഷ്യം പറയുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രസംഗിക്കുവാൻ എൻ്റെ കർത്താവെ, ദൈവം വിശ്വസിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.